നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളെ കഴിഞ്ഞ ഒരു 9 മാസത്തെ, അതായത് വർഷത്തിൽ 9 മാസം ഇങ്ങനെയായിരിക്കും. ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. ഇപ്പം കനത്ത ചൂട് കാരണം വെള്ളം വറ്റിയിരിക്കുകയാണ്. എന്നാൽ പോലും പലയിടങ്ങളിലായിട്ട് വെള്ളങ്ങളുണ്ട്. വെള്ളം പൂർണ്ണമായി വറ്റിയിട്ടില്ല. നമ്മൾ ഈ കാണുന്നില്ലേ ആ എസ്റ്റേറ്റ്, ഈ ചെറുവള്ളി എസ്റ്റേറ്റാണിത്. ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഭാഗത്താണ് ജോജി സിനിമ, ഫഹദ് ഫാസിലിൻ്റെ ഫേമസ് സിനിമയിലെ പല പോർഷൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന സ്ഥലം മനസ്സിലായല്ലോ, ചെറുവള്ളി എസ്റ്റേറ്റിലാണ്. വന്നത് ഒരു അമ്പലം കാണാനാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ നടയിലൂടെയാണ് ഈ വെള്ളം ഒഴിച്ചു പോകുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറയാം, വാ. നീന്താനൊക്കെ അറിയോ? ചാടിക്കോ. എത്ര ആഴണ്ട് കുഴിക്ക്? നല്ല ആഴമുണ്ടോ? ഈ മണിമലയാറിൻ്റെ ഒരു കൈത്തോടെ വരുന്ന പ്രദേശമാണ്. ഇതിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഈ 5 കുഴികളുണ്ട്, ഇങ്ങനെയുള്ള വലിയ വലിയ കുഴികൾ. ആ കുഴികളിൽ വെള്ളം ചാടും. ആ വെള്ളം ഇങ്ങനെ മഴക്കാലം നല്ല ചാടും, വെള്ളം നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ അങ്ങനെയാണ് സ്ഥലത്തിന് 5 കുഴി എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അമ്പലം കാണാം, വാ. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടോ അമ്പലത്തിലേക്ക് എത്താൻ. ഇതാണ് കാണുന്നതാണ് അമ്പലം. അമ്പലം ഇതിന് അക്കരയാണ്. അക്കരെ കിടക്കാൻ പാലുണ്ട്. ചെരിപ്പൂടെ അഴിച്ചു വെക്കാം. പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എന്നാണ് പേര്. അമ്മയെ ശരണം, ദേവി ശരണമുണ്ട്. നിലവിൽ ക്ഷേത്രമായിട്ടല്ല, നിലവിൽ അത് കാണുന്നത് വെച്ചാൽ ആൽമരത്തിലാണ് ദേവി ചൈതന്യം കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. അല്ലാതെ ബിംബമായിട്ടൊന്നുമില്ല. പ്രതിഷ്ഠ ഒരു കടാവിളക്ക് ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു പാലം കാണാം. പാലം കടന്ന് അപ്പുറം കടന്നാലാണ് ക്ഷേത്രം. നമ്മുടെ റാന്നി മണിമല ഹൈവേയിൽ നിന്ന് പ്ലാച്ചേരി ജംഗ്ഷനിലെത്തുമ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ അകത്താണ് ഈ ക്ഷേത്രം വരുന്നത്. ഏകദേശം 4 കിലോമീറ്റർ അകത്തേക്ക് വരണം. നമ്മുടെ ചെറുവള്ളി വിമാനത്താവളം, ശബരി വിമാനത്താവളം വരുന്ന ആ ഭാഗം കഴിഞ്ഞിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. മഴക്കാലത്താണെങ്കിൽ ഈ ഹൈറ്റിൽ വെള്ളം എത്തും. ഈ വെള്ളം ഈ ഹൈറ്റിൽ പോയിട്ട് താഴേക്ക് ഒഴുകുമെന്നാണ് പറയുന്നത്. ഭയങ്കര ഒരു ആംബിയൻസ് ആയിരിക്കും ആ സമയത്ത് കേട്ടോ, രക്ഷയുണ്ടാവില്ല. ഒരുപാട് ഐതിഹ്യമുള്ള ക്ഷേത്രമാണ് കേട്ടോ. കാരണം ഈ തൊട്ടുമുകളിൽ 5 മലയുണ്ട്. 5 മലകളുടെ മുകളിൽ തന്നെ കാവുകളുണ്ട്. ആ കാവിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടേക്ക് എത്തുന്നത്. അതാണ് പഞ്ചതീർത്ഥ ക്ഷേത്രം, ദേവസ്ഥാനം എന്ന് പേര് വരാൻ കാരണം എന്നൊരു ഐതിഹ്യമുണ്ട്. അല്ല, വെള്ളിയാഴ്ച ദിവസമാണ് പ്രധാനമായി തന്നെ വിശേഷാൽ ദിവസം. അതായത് അന്ന് അന്നദാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ രാശി നോക്കുന്ന രീതിയുണ്ട്. അതായത് രാശി നോക്കാൻ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് രാശി നോക്കുക. അത് ചിലപ്പോൾ പുലർച്ചെ വരെ നീണ്ടു പോകും എന്നൊക്കെ പറയുന്നു. കാരണം അത്രയും തിരക്കുണ്ടാവാറുണ്ട് എന്ന് പറയുന്നു. അന്നദാനം ഉണ്ടാവാറുണ്ട് വെള്ളിയാഴ്ച. അതുപോലെ തന്നെ നാരങ്ങ വിളക്ക്, അങ്ങനെ കുറേ പൂജകളുള്ള ക്ഷേത്രമാണ്. എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. എന്തായാലും അതുവരേക്കും ബൈ.